ഇത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ മൗനം വെടിഞ്ഞു പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള ഒരു പിന്തുണ നമ്മൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയതാണ്. ആ ഒരു മണിക്കൂർ അടങ്ങുന്ന വീഡിയോയിൽ കമൻറ്റ് ബോക്സിലായാലും നിരവധി പേരാണ് രാഹുലിനെ പിന്തുണച്ചു വരുന്നത്. മാത്രമല്ല ഈ ഹാഷ്മിക്കെതിരെ ചില ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിൻ്റെ സൂചനയാണ്? എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? സത്യത്തിൽ ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി പഠിച്ച് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം, എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ട എന്ന് കൃത്യമായി ഹോംവർക്ക് ചെയ്ത് ഒരുപക്ഷെ പലതവണ റിഹേഴ്സൽ എടുത്തിട്ട് നടത്തിയിട്ടുള്ള ഒരു അഭിമുഖമാണ്. അത് ഹാഷ്മി റിഹേഴ്സൽ ചെയ്യുന്നല്ല, രാഹുൽ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. അതായത് എത്ര വൈകാരികമായ സാഹചര്യം ഉണ്ടായാലും എത്ര പ്രകോപനപരമായ ചോദ്യങ്ങളുണ്ടായാലും അതിനെ ഒന്നും ചെവി കൊടുക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അതിന് കൃത്യമായി മറുപടി കൊടുക്കുക, മറുപടി കൃത്യമായിരിക്കുക എന്ന നിലയിലേക്ക് നല്ല രീതിയിൽ അവിടെ ഒരു റിഹേഴ്സൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രാഹുൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും ഇതിനെ വില കുറച്ച് കാണുന്നുണ്ട്, പലരും രാഹുലിനെ കടന്നാക്രമിക്കുന്നുണ്ട്, പലരും ഹാഷ്മിയെ വല്ലാത്ത രീതിയിൽ സൈബർ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് CPM സൈബർ സഖാക്കളൊക്കെ ഹാഷ്മിയെ വല്ലാത്ത രീതിയിൽ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. 24 ന്യൂസിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇരകൾക്കൊപ്പം നിന്നില്ല, പീഡകർക്കൊപ്പം നിന്നു, വേട്ടക്കാരനൊപ്പം നിന്നു എന്നുള്ളതാണ് ഇവർക്കെതിരെ ഉയരുന്ന ഏറ്റവും വലിയ ആരോപണം. പക്ഷെ ഞാനതിൽ പറയുന്നത് ഈ ഇൻ്റർവ്യൂവിന് വില കുറച്ച് കാണരുത്. ഈ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ 24-നെതിരെ ഹാഷ്മിക്കെതിരെയൊക്കെ നീങ്ങുന്നവർ അത് രാഹുലിന് അനുകൂലമായൊരു ട്രെൻഡ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് രാഹുൽ ഇത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇൻ്റർവ്യൂവിന് പോയിരുന്നത്, അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ നടത്തണമെന്ന് രാഹുൽ തീരുമാനിക്കുന്നത് ചില കൃത്യമായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതായത് രാഹുൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് ചെറിയൊരു ഭാഗം മാത്രമാണ്. രാഹുൽ ചെയ്യാൻ പോകുന്നതിൻ്റെയും പറയാൻ പോകുന്നതിൻ്റെയും ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. അതിലെന്താണ് അതിൻ്റെ റെസ്പോൺസ് എന്നറിയാനായിട്ടാണ് രാഹുൽ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രകോപനങ്ങൾ തുടരുകയാണ്, അല്ലെങ്കിൽ രാഹുലിനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന സമീപനം, അല്ലെങ്കിൽ രാഹുൽ പെണ്ണുപിടിയനാണ് എന്ന് മുറവിളി കൂട്ടുകയാണ്, ഇതൊക്കെ രാഹുലിന് ഗുണകരമായിട്ട് മാറും. കാരണം ശ്രദ്ധിക്കുക, ആ ഇൻ്റർവ്യൂവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതകൾക്കെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അവരെ അധിക്ഷേപിക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുകയോ അവരേതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അത് ബഹുമാനപ്പെട്ട കോടതിയുടെ പരിധിയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു നീക്കമാണ്. പക്ഷേ അതിനൊപ്പം അദ്ദേഹം പറഞ്ഞതൊരു വലിയ ഗൂഢാലോചനയുടെ സാധ്യതകളെക്കുറിച്ചാണ്. ആ ഗൂഢാലോചന എന്ന് പറയുന്നത് നോക്കുക, 4 മാധ്യമപ്രവർത്തകർ, ഒരു മാധ്യമപ്രവർത്തകൻ്റെ പാർട്ട്ണർ, അതുപോലെ തന്നെ ഒരു കിങ് പിന്നായിട്ടുള്ള ഒരാൾ, കൊച്ചിയിൽ അവർക്കൊരു ഓഫീസ്, CPMുമായി ചാരി നിൽക്കുന്ന കുറേ ആളുകൾ, കോൺഗ്രസിനുള്ളിലെ ഒറ്റുകാരൻ അല്ലെങ്കിൽ ഒറ്റുകാരി, കോൺഗ്രസ്സുകാരനാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനുള്ളിലുള്ള നേതാക്കളെ വെട്ടിവീഴ്ത്താൻ നിൽക്കുന്ന ഒരു ആൾ, ഒരു ട്രൈറ്റർ. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഒറ്റക്കെട്ടായി ഒരാൾക്കെതിരെ ഗൂഢാലോചന നടത്തിയത്, ചെറിയൊരു ആളല്ല, ഒരു MLAക്കെതിരെ ഗൂഢാലോചന നടത്തിയ അയാളെ കുടുക്കി എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന വാദം. അത് ചെറിയൊരു കാര്യമല്ല, അതൊരു ചെറിയ വിഷയവുമല്ല. അങ്ങനെ ഒരു ഗൂഢസംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സംഘത്തെ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം, ആ സംഘത്തെക്കുറിച്ച് സംസാരിക്കുക തന്നെ വേണം. കാരണം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ നാളെ ഈ സംഘം ആർക്കെതിരെയും പ്രവർത്തിക്കാം. അതിലെന്ത് എത്തിക്സ് ആണുള്ളത്? അപ്പോൾ നമ്മൾ പറയുന്നത് 24 ന്യൂസ് ചെയ്തത് വളരെ കൃത്യമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ്. അതാണ് മാധ്യമ പ്രവർത്തനം. അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേൾക്കണം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗം പറയാൻ അദ്ദേഹം തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിന് സ്പേസ് കൊടുക്കുക. അതാണ് ഹാഷ്മി ചെയ്തത്, 24 ചെയ്തത്. ആ ഇന്റർവ്യൂവിൽ ഉടനീളം ഹാഷ്മി പ്രകോപിതനായിട്ട് രാഹുലിനെ അടിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അല്ലാണ്ട് സൈബർ സഖാക്കൾ പറയുന്ന പോലെ രാഹുലിന് അനുകൂലമായിട്ടൊന്നും അല്ല ഹാഷ്മി നിലപാടെടുത്ത. ആ ഇന്റർവ്യൂ കണ്ട സകലർക്കും അറിയാം, രാഹുലിനെ ഒന്നും പറയാൻ സമ്മതിക്കാതെ ഹാഷ്മി തുടർച്ചയായി രാഹുലിനെ, ശരിക്കും പറഞ്ഞാൽ രാഹുൽ കുറ്റവാളിയാണ് എന്ന രീതിയിൽ തന്നെയാണ് ഹാഷ്മി സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മളത് കണ്ടതാ. പക്ഷേ സൈബർ സഖാക്കളും CPM കേന്ദ്രങ്ങളും BJP കേന്ദ്രങ്ങളും പറയുന്നത് ഹാഷ്മി രാഹുലിൻ്റെ ഇത് പൈസ വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതുപോലുള്ള കള്ള ആരോപണങ്ങൾ, അതായത് മാധ്യമപ്രവർത്തനത്തിന് വളരെ ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളൂ. എതിരെ നിൽക്കുന്ന ആളുടെ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി കേൾക്കുക. ഇപ്പോൾ അത്തരം ഇടപെടലുകൾ ഇവിടെ ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒളിവിൽ പോയ ഗുണ്ടകളുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്, കൊലപാതകികളുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പുകാർ ഒളിവിലിരിക്കുമ്പോൾ അവരുടെ ഇൻ്റർവ്യൂ എടുത്ത ചാനലുകളുണ്ട്. എന്തിന് ഈ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ഒരു പോക്സോ കേസിൽ ഒരു പ്രതിയുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടില്ലേ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, അയാളെ കുടിക്കുന്നതാണെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ കേസിലും എല്ലാ ആളുകൾക്കും അവരുടെ ഭാഗം ഉണ്ടെന്നേ. അപ്പോൾ അത് കേൾക്കാൻ തയ്യാറാവുക എന്ന് പറയുന്നത് പണം വാങ്ങിച്ചുള്ള മാധ്യമപ്രവർത്തനമൊന്നുമല്ല, അതൊരു എത്തിക്സാണ്. രണ്ട് സൈഡും കേൾക്കുക എന്നുള്ളത്.
പക്ഷേ ഇതൊരു ചെറിയ നീക്കമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ് രംഗത്ത് വരുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇവിടെ പലരും പറഞ്ഞു വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെട്ടി, അല്ലെങ്കിൽ വി ഡി സതീശൻ രാഹുലിനെ കൈവിട്ടു, വി ഡി സതീശനും രാഹുലും കൂട്ടുപ്രതികളാണ്, ഒടുവിൽ പിടിക്കപ്പെടുമെന്ന് വന്നപ്പോൾ ഈ ക്രിമിനൽ കൂട്ടത്തിൽ നിന്ന് ഒരു ക്രിമിനൽ ഗ്യാങ് ആണ് ഇവരെന്നാണ് സരിനൊക്കെ പറയുന്നത്. അപ്പോൾ വി ഡി സതീശൻ രാഹുലിനെ കൈവിട്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ഇത് കൊണ്ട് കെട്ടാൻ ഹാഷ്മി കുറേ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ രാഹുൽ പറയുന്നത് വി ഡി സതീശനോട് ഞാൻ സംസാരിച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഞാനുമായിട്ട് കാണാൻ സമയം ഞാൻ കൊടുത്തിട്ടില്ല, എനിക്കതിന് പറ്റിയിട്ടില്ല, അദ്ദേഹം എന്നെ ചതിച്ചിട്ടില്ല, കോൺഗ്രസ് അല്ല എന്നെ വീഴ്ത്തിയത്, പുറത്തു നിന്നുള്ളവരാണ്, സ്പഷ്ടമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് തിരികെ വരും. അത് വരാനുള്ള നീക്കം തന്നെയാണ് രാഹുൽ നടത്തുന്നത്. ഇന്ന് മാത്രമല്ല, അങ്ങനെ രാഹുൽ തിരിച്ചു വരണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായിട്ട് ഈ കേസിൽ വിടുതൽ കിട്ടണം. അതായത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലെങ്കിലും തന്നെ വേട്ടയാടുകയായിരുന്നു, തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന രാഹുലിൻ്റെ വാദം ബോധ്യപ്പെടുത്താൻ രാഹുലിന് സാധിക്കണം. രാഹുൽ തെളിവുകളൊക്കെ രാഹുലിന്റെ പക്കലുണ്ട്, ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല പുറത്തു വിടാത്തത്. അത് മാത്രമല്ല, ഇപ്പോൾ റിനി ആൻഡ് ജോർജ് എവിടെ പോയി? ആ സ്ത്രീയുടെ ഒരു വിവരവും ഇല്ല. ഇന്നലത്തെ ഇന്റർവ്യൂവിന് ശേഷം ആരും പ്രതികരിക്കുന്നില്ല. ഇന്നലത്തെ ഇന്റർവ്യൂവിൽ ഇപ്പോൾ ഷഹനാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽ ചോദിച്ച ചോദ്യത്തിന് അവിടെ മറുപടിയില്ല. ഞാൻ മോശമായി ഇടപെട്ടെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അങ്ങോട്ട് വിളിച്ചത്, അല്ലെങ്കിൽ എന്നെ പിന്നെ എന്തിനാ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ആ ചോദ്യത്തിനുള്ള മറുപടിയൊന്നുമില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ അതിജീവിതയല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയുമായി വന്നിട്ടുള്ള നിയമപരമായി നീതി തേടുന്ന ഒരു സ്ത്രീയൊന്നുമല്ല. പക്ഷേ രാഹുൽ പറയുന്നത് ഇപ്പം ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നു. ആ ഗൂഢാലോചനയ്ക്ക് കാരണക്കാരായവരെ മുഴുവൻ രാഹുൽ പുറത്തു കൊണ്ടുവരാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അതിൻ്റെ തുടക്കമാണിത്. ഇത് ആദ്യത്തെ സൂചനയാണ്. ഇനി ഈ കേസുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ വേണ്ടി വിടുതൽ നേടാനുള്ള നിയമപരമായ പോരാട്ടം രാഹുൽ നടത്തും. മൂന്നാമതായി, രാഹുൽ മാങ്കൂട്ടത്തിനെ അഴിക്കുള്ളിലാക്കിയ ഉദ്യോഗസ്ഥരെ അവർക്കെതിരെ നിയമപരമായ നടപടിയുമായി രാഹുൽ പോകും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു രാഹുൽ തളർന്നു പോയോ എന്ന് സംശയമുണ്ട്, ആരോടും മിണ്ടുന്നില്ല, അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പൊടുന്നതിനെയാണ് ഇന്റർവ്യൂവിലേക്ക് പുള്ളി വന്നത്. അപ്പോൾ ആ വരാനുള്ള തീരുമാനം തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ്. പാലക്കാട് മണ്ഡലത്തിലേക്ക് അദ്ദേഹം പോകും. അദ്ദേഹം സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഞാൻ ഇങ്ങോട്ട് ഒളിച്ചു പോകുന്നില്ല. അതായത് ഇനി പരാതികൾ വന്നാലും ഈ പരാതിയുടെ പേരിൽ ആരൊക്കെ അവഹേളിച്ചാലും താൻ വെച്ച കാല് പിന്നോട്ടെടുക്കില്ല എന്ന സ്റ്റേറ്റ്മെൻ്റാണ് രാഹുൽ. അത് കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾക്ക് വിറളി പിടിക്കാനുള്ളത്. കാരണം രാഹുൽ കോടതിയിൽ കൊടുത്തതിനപ്പുറം വേറൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. കോടതിയിൽ അദ്ദേഹം ബോധിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പകുതി പോലും പറഞ്ഞിട്ടുമില്ല. അതിന്റെ പകുതിയിൽ പോലും പറഞ്ഞിട്ടില്ല. അത് ഇരകൾക്കൊരു പ്രശ്നമാവരുതെന്ന് ഓർത്തിട്ടും പറഞ്ഞിട്ടില്ല. അതിജീവിതമാരെ ആരെ അധിക്ഷേപിച്ചിട്ടില്ല. അവരെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പോലും പറഞ്ഞില്ല. അപ്പൊ നമ്മളും എപ്പോഴും വീഡിയോ പറയുന്ന അതിജീവിതമാർക്ക് നീതി കിട്ടണം, അതിജീവിതമാരെ ഇപ്പൊ ഈ രാഹുൽ തെറ്റ് ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയാൽ അയാളെ ശിക്ഷിക്കണം. അത് തന്നെയാണ് നമ്മുടെ നിലപാട്. പക്ഷെ നമ്മൾ പറയുന്നത് ആ പരാതികൾക്ക് ശേഷം ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ കേസിൽ രാഹുലിനെ പിടിച്ചുകൊണ്ടുപോയത്, പോലീസ് കൊണ്ടുപോയത് എന്ത് നടപടിക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇഷ്ടം പോലെ നിയമവിദഗ്ധർ, മുൻ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് അവിടെ രാഹുലിന് സ്വാഭാവികമായ നീതി നിഷേധിക്കപ്പെട്ടു, പോലീസ് നിയമപരമായ നടപടിക്രമങ്ങൾ മുഴുവൻ അട്ടിമറിച്ചിട്ടാണ് ഇത് ചെയ്തത് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു വാദം അവിടെ നൽകി കോടതി പോലും അതിൽ സംശയം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഈ ആദ്യത്തെ വെളിപ്പെടുത്തൽ നടത്തിയത്, അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ നടത്തിയത്, ഇത് താൻ തുടങ്ങിയിരിക്കുന്നു എന്ന സന്ദേശം എതിരാളികൾക്ക് കൊടുക്കാനാണ്. താൻ പിന്നോട്ടില്ല എന്ന സന്ദേശം തന്നെ കൊടുക്കാൻ ശ്രമിച്ചവർക്കും തന്നെ ആക്രമിച്ചവർക്കും ഒക്കെ കൊടുക്കാനാണ്. മൂന്നാമതായി, താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നത് MLA ആയി രാഹുൽ തുടരും. രാഹുൽ രാജിവെക്കാനൊന്നും പോകുന്നില്ല. ഇനി എന്ത് ചെയ്താലും രാഹുലിന് ഒരു പുല്ലുമില്ല, ഒരു ചുക്കുമില്ല. കിട്ടാവുന്നതിൻ്റെ മാക്സിമം നിലയിലേക്ക് ആ പണിഷ്മെൻറ്റ് ഇപ്പോൾ ജയിലിൽ കടന്നു. ഇനി അതിനപ്പുറം രാഹുലിന് മുന്നും പിന്നും നോക്കാനില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ കൂടുതൽ തെളിവുകൾ ഞാൻ പുറത്തുവിടും എന്ന് ഹാഷ്മിയോട് പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ ഘട്ടം ഏതാണെന്നുള്ളതാണ് ചോദ്യം. രാഹുൽ അടുത്ത നിയമ നടപടികൾക്ക് പോവാണ്. അതാണ് ആ ഘട്ടം. തന്നെ കുടുക്കിയവർക്കെതിരെ കൃത്യമായി നിയമ നടപടികളും അന്വേഷണവും നടത്താൻ വേണ്ടി തന്നെയാണ് രാഹുൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ രാഹുൽ പിന്നോട്ടില്ല, ഒരിക്കലും പിന്നോട്ട് പോകില്ല. കാരണം ഇത്രയും ദിവസം നമ്മൾ കണ്ടതാണ്, മൗനം പാലിക്കുന്നു, പ്രതികരിക്കുന്നില്ല. പല കോണുകളിൽ നിന്ന് ഇപ്പം നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വാർത്ത കൊടുത്തിരുന്നു, രാഹുൽ മൗനം
തന്നെ ഇരിക്കുകയാണ്. അതായത് ഇനിയൊരു കോൺഗ്രസിലോട്ടോ അല്ലെങ്കിൽ ഒരു നേതാവെന്ന നിലയ്ക്കോ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് പറഞ്ഞെടുത്താണ് പൊടുന്നനെ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് വ്യക്തമായിട്ടുള്ള ഒരു നിലപാടോട് കൂടി രാഹുൽ സംസാരിക്കുന്നത്. അപ്പൊ ഇത്തരം ഈ സംസാരത്തിൽ നിന്ന് അതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം തളർന്നിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത് ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഒരു നെഗറ്റീവ് കമന്റോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഹാഷ്മിയൊക്കെ പറയാ, അത് രാഹുൽ മാങ്കൂട്ടത്തെ സംസാരിക്കട്ടെ, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ വേണ്ടി എത്ര ജനങ്ങളാണ് ഇരുന്നത് എന്നുള്ളത്. ആ വീഡിയോന്റെ റീച്ച് അറിയോ, 24 മണിക്കൂറിൽ 1 മില്യൺ ആയി. അതെ, 1 മില്യൺ ജനങ്ങൾ ഇപ്പോഴും ഉണ്ട് വിശ്വസിക്കുന്നത്. ഇപ്പോഴും ബഹുഭൂരിപക്ഷവും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരാണെന്നേ. ഇപ്പൊ ഈ സൈബർ സഖാക്കളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ BJP സൈബർ വിങ് ഒക്കെ രാഹുലിനെതിരെ നടത്തുന്ന അറ്റാക്കിൽ പറയുന്നത് എന്താ, രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനവീരനാണ്, അപ്പൊ അയാൾക്ക് സ്പേസ് കൊടുക്കാൻ പാടില്ല. ഈ പീഡനവീരനാണെന്ന് ആരാ പറഞ്ഞേ? അതാണ് അവിടെയാണ് ഒരു പ്രശ്നം. അതായത് രാഹുലിന് ഇങ്ങനത്തെ ഉള്ളൊരു ന്യൂസൊക്കെ കൊണ്ടുവന്ന് വ്യാജ വാർത്തകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരാതിയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് കോൺഗ്രസ് തളർന്നു പോകും, അല്ലെങ്കിൽ രാഹുലിനെ സ്നേഹിക്കുന്നവർ ഒരു പക്ഷേ രാഹുലിനെ തള്ളിപ്പറയും എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് തോന്നുന്നു നേരത്തെ കാട്ടിയും അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഇന്റർവ്യൂവിന് വില കുറച്ച് കാണുന്നവർ ശരിക്കും പറഞ്ഞാൽ രാഹുലിന്റെ ഇവിടെ വലിയ പിന്തുണ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് റിപ്പോർട്ടർ ചാനൽ കൊടുത്തൊരു വാർത്ത എന്ന് പറയുന്നത്, രാഹുലിന് വേണ്ടി PR വർക്ക് നടത്തുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ PR വർക്ക് തുടങ്ങി. അത് റിപ്പോർട്ടർ ചാനലിൽ ഇന്റർവ്യൂ കിട്ടാത്തതിന്റെ കലിപ്പാണെന്നേ. കാരണം ഒറ്റ ദിവസം കൊണ്ട് 1 മില്യൺ വ്യൂ രാഹുലിന്റെ ഇന്റർവ്യൂവിന്, ഹാഷ്മി രാഹുലുള്ള ഇന്റർവ്യൂവിന് 24ന്റെ യൂട്യൂബിൽ മാത്രം കിട്ടിയിട്ടുണ്ട്. അതുപോലെ മറ്റെല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ആ ഇന്റർവ്യൂ പറന്ന് നടക്കണം. 24ന് ഇതിൽ വലിയൊരു ഹൈപ്പ് കിട്ടാനില്ല, നല്ല ഹൈപ്പ് കിട്ടുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ചൊറിയും. കാരണം റിപ്പോർട്ടർ ചാനലാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ എടുത്ത പോലെ ഉറഞ്ഞു തുള്ളിയത്. രാഹുൽ പറഞ്ഞാൽ 4 ജേർണലിസ്റ്റുകൾ ആരാണെന്ന് രാഹുൽ പേര് പറയട്ടെ. ഇനി ജനങ്ങൾ അതാണ് ആവശ്യപ്പെടേണ്ടത്. ഇവിടെ കേരളത്തിൽ ഒരാളെ കുടുക്കാൻ വേണ്ടിയിട്ട്, ഒരു അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ കൊട്ടേഷൻ പണി എടുക്കുന്നതാണ് ഒരു MLA വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയ കാര്യമല്ല. അപ്പൊ അതിന്മേൽ അന്വേഷണം വരണോ? സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കട്ടെ. ഇപ്പൊ രാഹുൽ പീഡനവീരനാണ്, കോഴിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നവര്, ഇത് കോടതിയാണോ വിധിച്ചത്? ആരാ വിധിച്ചേ? മാധ്യമ ജഡ്ജിമാരല്ലേ. ഏത് കോടതിയാണ് രാഹുലിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്? രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് ഏത് കോടതിയാണ് ആ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിട്ടുള്ളത്? ഒരു കോടതിയും തള്ളിയിട്ടില്ല. ഒരൊറ്റ കേസിൽ, ആദ്യത്തെ കേസിൽ കീഴ്ക്കോടതി തള്ളി. പക്ഷേ ഹൈക്കോടതി അതിൽ നിർണായകമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഇപ്പോഴും രാഹുലിനെ അറസ്റ്റ് ചെയ്തെന്നാ പറഞ്ഞേക്കുന്നത്. എന്താ അതിൻ്റെ കാര്യം? അതിൻ്റെ വിധി വരുമ്പോൾ രാഹുലിന് ജാമ്യം കിട്ടിയ എന്തായിരിക്കും അവസ്ഥ? ആ വിധി അല്ലെങ്കിൽ ആ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ കോടതി നിർണായകമായിട്ടുള്ള പല നിരീക്ഷണങ്ങളും ആ കേസിൽ നടത്തി. ഇതിലെങ്ങനെയാണ് ബലാത്സംഗം നിലനിൽക്കുക, ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന തീയതി കഴിഞ്ഞിട്ടും ഇവർ വീണ്ടും ഒന്നിച്ച് കണ്ടിട്ടുണ്ട് താമസം, അതെങ്ങനെയാണ് സാധിക്കുക? മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ് ഈ കാര്യം. കോടതിയിൽ ഇന്നതൊക്കെയാണ് നടന്നതെന്ന് പറഞ്ഞിട്ട്. ബിനിൽ എന്ന് പറയുന്ന ഹൈക്കോടതിയിൽ നോക്കുന്ന കൊച്ചിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റാണ് മാതൃഭൂമിയിലെ. അപ്പോൾ അങ്ങനെ ഒരു വാദം വരുമ്പോൾ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞത് മുഴുവൻ തിരിയാണ്. റിപ്പോർട്ടറിൻ്റെ കോടതിയിൽ അവർ നടത്തിയ വാദവും വിധിച്ച ഇതൊന്നുമല്ല കോടതിയിൽ. കോടതി നേരെ ഇതിന് തിരിച്ചു പറയാം. അപ്പം ജനങ്ങൾ വിചാരിക്കും ഇതെന്താണിത്? ജനങ്ങൾ ചിന്തിക്കും, അയ്യോ ഇതെന്താണിത്? ഇപ്പം രാഹുൽ മോശമായ ഭാഷ സ്ത്രീകളോട് ഉപയോഗിച്ചു എന്ന് പറയുന്നു. ശരിയാണ്, സ്ത്രീകളോടെന്നല്ല ഒരു മനുഷ്യനോടും മോശമായ രീതിയിൽ സംസാരിക്കരുത്, തെറി പറയരുത്. പക്ഷേ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണോ ചെയ്യുക? ഒരു കുടുംബത്തിലൊരു വഴക്കുണ്ടാവുമ്പോൾ, കൂട്ടുകാർ തമ്മിൽ തെറ്റുമ്പോൾ, കാമുകന്മാർ തമ്മിൽ ഉടക്കുണ്ടാവുമ്പോൾ എന്തൊക്കെ ചീത്തവിളി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ചിലർ ചീത്ത വിളിക്കില്ലായിരിക്കും, പക്ഷെ പലയിടങ്ങളിലും ഇതുപോലെ ചീത്ത വിളിക്കാറുണ്ട്. കൂട്ടുകാർ തമ്മിൽ വിളിക്കാറുണ്ടെന്നേ. കൂട്ടുകാർ തമ്മിൽ പിണങ്ങി കഴിയുമ്പോൾ നിന്നെ ശരിയാക്കി തരടാ, നിങ്ങൾ വാടാ, അതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. ഒരു മാസം കഴിയുമ്പോൾ അവർ സെറ്റായി വീണ്ടും പഴയ പോലെ നടക്കും. ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ വ്യക്തിബന്ധങ്ങളിലെ ചില സമയങ്ങളിലെ വേരിയേഷൻസിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ചീത്തവിളികളും തെറിവിളികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷേ അതൊക്കെ ഒരു സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നമാണെന്ന മട്ടിലേക്ക് അതിലൊരാളെ വെച്ചിട്ട് ആഘോഷിക്കുമ്പോൾ അതിലൊരു ശരികേടുണ്ട്. അല്ലെങ്കിൽ കോടതി അതിൽ കൃത്യമായിട്ട് ശിക്ഷാ നടപടി കൈക്കൊണ്ടിട്ടുള്ള ഒരു കേസായിരിക്കണം. ഇത് കോടതികളിൽ ഒന്നും പറഞ്ഞിട്ടില്ല രാഹുലിനെതിരെ. ആ കേസുകൾ അങ്ങനെ നിൽക്കുകയാണ്. അത് പറഞ്ഞത് അത്രയും രാഹുലിന് അനുകൂലമായിട്ട്, രാഹുലിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ രാഹുൽ ഒരു ഇൻ്റർവ്യൂ നൽകിയത് ഒരു സംശയവും വേണ്ട, കരുത്തനായിട്ട് തിരിച്ചു വരാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തൻ്റെ ഭാഗം കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഒരു പക്ഷേ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇതിലും ഉണ്ടായിരുന്നതിന് മേലേക്ക് വരാനും
വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണെന്ന് വിലയിരുത്തിയാൽ മതി. എല്ലാ ജനങ്ങളും മണ്ടന്മാരല്ല കൂടെ മനസ്സിലായി കാണും. കാരണം ഇത്രയും കാലമായിട്ട് വേട്ടയാടിയിട്ടും രാഹുലിനെതിരായിട്ട് ഒരു പൊതുവികാരം ഉണ്ടാകുന്നില്ല. CPM-കാർ, BJP-കാർ, പാർട്ടിക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. പാർട്ടി അനുഭാവികൾ, പാർട്ടിയുടെ സൈബർ വിങ്ങാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. സാധാരണ ജനങ്ങൾ രാഹുലിനൊപ്പമാണ്. ഈ സാധാരണ ജനങ്ങൾ വലിയൊരു വിഭാഗം രാഹുലിനൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ ചെറുക്കനെ കുടുക്കിയതാണെന്ന് കരുതുന്നവർ തന്നെയാണ്. അത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം. അപ്പോൾ അത് സൈബറിടങ്ങളിൽ വലിയ പിന്തുണ രാഹുലിന് കിട്ടുമ്പോൾ PR വർക്കാണെന്നാണ് റിപ്പോർട്ടർ വാർത്ത കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുലിനെതിരായിട്ടുള്ള ആ വാർത്തകളും ചർച്ചകളും PR ആണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? രാഹുലിനെ വീഴ്ത്താൻ വേണ്ടി രാഹുലിന്റെ എതിരാളികൾ പണം കൊടുത്ത് PR ഇറക്കിന്ന് പറയും. കാരണം ആ ഇന്റർവ്യൂ വരുന്നത് ആർക്കും അറിയില്ല. വളരെ പെട്ടെന്നായിരുന്നു ഇതേ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് 24-നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് റിപ്പോർട്ടർ പറയുന്നത്. കാരണം റേറ്റിംഗിൽ 24 മുന്നിൽ വന്നാൽ റിപ്പോർട്ടറിന് വലിയ അടിയാണ്. എന്ന് മാത്രമല്ല ഈ 24 റിപ്പോർട്ടറും തമ്മിൽ വലിയ അടി നിലനിൽക്കുന്നുണ്ട്. മാർക്ക് റേറ്റിംഗ് വിഷയമൊക്കെ ആയിട്ട് അവർ തമ്മിൽ, ആ രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് രാഹുലിന് ഇന്റർവ്യൂ 24-ന് മാത്രമായി കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടറിനെ വെല്ലുവിളിക്കുന്ന പോലെയാണ്. കാരണം റിപ്പോർട്ടറോട് പറഞ്ഞത് രാഹുലിനെ ആരും കാണരുത്, സംസാരിക്കരുത്, മിണ്ടരുത് എന്നൊക്കെ ആ രീതിയിൽ രാഹുലിൻ്റെ ഒരു എന്താ പറയുക, ഒരു സെക്ഷൽ പെർവേർട്ട് എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് വെച്ചേക്കാണ്. അതിനിടയിലാണ് രാഹുലിന് അനുകൂലമായിട്ട് കോടതി ഇടപെടലുകൾ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് രാഹുൽ പരസ്യമായിട്ട് ഞാൻ തിരിച്ചു വരികയാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പ്രസംഗിക്കുന്നത്, കൃത്യമായി പറയുന്നത്. ജനങ്ങളപ്പോൾ ആ ഇൻ്റർവ്യൂ ഏറ്റെടുത്തു. റിപ്പോർട്ടറിനായിട്ടുള്ള അടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒന്ന് തങ്ങൾക്കുണ്ടായ ആ ഒരു വിഷമം, അതായത് തങ്ങൾ ഇത്രയും കടന്ന് ആക്രമിച്ചിട്ടും രാഹുൽ എഴുന്നേറ്റ് വരുന്നു എന്ന് കാണുമ്പോൾ ദേഷ്യം, രണ്ട് ഈ പറയുന്നത് പോലെ 24-നുണ്ടായ ഒരു ഹൈപ്പ്, ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് റിപ്പോർട്ടർ രാഹുലിന് വേണ്ടി PR വർക്ക് നടത്തുന്നു എന്ന് പാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുലിനെതിരെ ഒരു കോടതി വിധി ഇല്ലാതിരുന്നിട്ടും നിങ്ങൾ നടത്തിയ ക്യാമ്പയിൻ അതും PR അല്ലേ? രാഹുലിൻ്റെ എതിരാളികൾ ഇത് പൈസ മേടിച്ചിട്ടല്ലേ എന്ന് ചോദിച്ചാൽ അവരെന്തോ പറയും? അപ്പോൾ അവർക്കിഷ്ടമുള്ളത് ആര് കൊടുത്താലും അതൊന്നും PR അല്ല. അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ PR അത് ഇത് അങ്ങനെ ഒരു PR ഇവിടെ നടന്നിട്ടില്ല. ഈ ജനങ്ങളെ കൊണ്ട് മുഴുവൻ രാഹുൽ പൈസ കൊടുത്ത് പറയിപ്പിക്കാന്നാണോ നമ്മൾ കരുതേണ്ടത്? റിപ്പോർട്ടർ രാഹുൽ തന്നെ പറഞ്ഞ് തന്റെ ജീവിതത്തിൽ 6 രൂപ അങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല, അനാവശ്യമായിട്ട് കൊടുത്തിട്ടുമില്ല. അതാ ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ 24-ൽ ലൈവ് കാണുമ്പോൾ ആ കമൻറ്റ് ബോക്സിൽ 100 കണക്കിന് മെസ്സേജുകൾ ഇങ്ങനെ ലൈവ് ചാറ്റ് പോയിക്കൊണ്ടിരിക്കുക. കമൻറ്റുകൾ രാഹുലെ തിരിച്ചു വാ, നീ വാ. ഈ പറയുന്ന 2,000 പേർക്ക്, അല്ലെങ്കിൽ 2,000 ഒന്നും അല്ല കേട്ടോ, അതിനപ്പുറത്തേക്ക് 1000കണക്കിന് കമൻസ് വരുന്നത്. ഇത് മുഴുവൻ രാഹുൽ അവർക്ക് ഗൂഗിൾ പേ ഇട്ടിട്ട് കമൻറ്റ് ഇടുമോനെ എന്ന് പറയിച്ച PR വർക്കാണെന്ന് മലയാളികൾ വിശ്വസിക്കണമെന്ന് പറയുന്നത് എന്ത് മണ്ടത്തരമാണ്. ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഒരു ബേസിക്കും അറിയാത്തവന്മാരാണോ റിപ്പോർട്ടർ ചാനലിൽ ഇമാതിരി ചർച്ച നടത്തുന്നത്? അങ്ങനെയൊക്കെ നടക്കുമോ? ഇത് ജനങ്ങളുടെ വികാരമാണ് മിസ്റ്റർ. ഇത് മനസ്സിലാക്കാനുള്ള ബോധം വേണം. അല്ലാതെ നിങ്ങളൊരു അജണ്ട സെറ്റ് ചെയ്ത് നടപ്പാക്കി അത് ചീറ്റിപ്പോയി, അതിന് ജനങ്ങളുടെ വെക്കിട്ട് കയറിയിട്ടോ രാഹുലിൻ്റെ വെക്കിട്ട് കയറിയിട്ടോ ഓൺലൈൻ സ്ഥാപനങ്ങളുടെ വെക്കിട്ട് കയറിയിട്ടോ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ അജണ്ട പൊളിഞ്ഞു, അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. നിങ്ങൾ 5-8 ദിവസം രാഹുലിനെ വെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പായിട്ട് ആഘോഷിച്ചു. ജനങ്ങൾ പോയി പണി നോക്കണമെന്ന് പറഞ്ഞ് LDF-ന് വിരുദ്ധമായിട്ട് വോട്ട് ചെയ്തു, LDF-നെതിരെ വോട്ട് ചെയ്തു. അതൊക്കെ നിങ്ങളുടെ അജണ്ടകൾ പൊളിയുന്നതിൻ്റെ ലക്ഷണമാണ്. അത് വെച്ചിട്ട് അതെല്ലാം PR ആണ്, രാഹുലിൻ്റെ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ് ഈ ആളുകൾ മുഴുവൻ എന്ന് പറയുന്നത് രാഹുലിന് ഗുണകരമാകും. എന്തായാലും ഈ ഇൻ്റർവ്യൂവിനെ വില കുറച്ച് കണ്ട് ഇൻ്റർവ്യൂ നടത്തിയവരെയൊക്കെ അധിക്ഷേപിക്കാനും രാഹുലിനെ വീണ്ടും കടന്നാക്രമിക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെടുന്നവർ ശരിക്കും പറഞ്ഞാൽ രാഹുലിൻ്റെ മൈലേജ് കൂട്ടുകയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.